ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് റൊട്ടീനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു സ്നാക്കിൻ്റെയും കൂടിയും റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ചിക്കൻ നഗറ്റ്സിൻ്റെയാണ്. അപ്പോൾ ബോൺലെസ് ചിക്കനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേറെ അധികം ചിലവുകളോ വഴറ്റാനോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്ക് ഐറ്റംസാണ് കേട്ടോ. അധികം എരിവും അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ അതാ വന്നുങ്ങാട്ട് ആദ്യം തന്നെ ചോറ് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ ഒന്ന് ഒതുക്കി വയ്ക്കാനുള്ള അടുക്കള. എന്നിട്ട് നമ്മുടെ സ്നാക്ക് വേഗം ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. ഞാൻ വരുമ്പോൾ തന്നെ അവർ എന്താ കഴിക്കാനുള്ളതെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാവും നിൽക്കുന്നുണ്ടാവുക. ഒരു 5-10 മിനിറ്റൊക്കെ ഞാനൊന്ന് കിടന്നു. എന്നിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നത് കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഒന്ന് ഒതുക്കി വെച്ചിങ്ങാട്ട് കൈയൊക്കെ കഴുകി നമ്മുടെ പരിപാടിയിലേക്ക് തുടങ്ങുക തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ അത് കഴുകാൻ ചെന്നപ്പോഴേക്കും നമ്മുടെ സിങ്കിൽ വേസ്റ്റ് കിടക്കണം. അപ്പോൾ ആദ്യം അത് തന്നെ എടുത്ത് വെച്ചു കേട്ടോ. അതിങ്ങനെ കിടക്കുമ്പോൾ ഒരു വൃത്തികേടല്ല. പിന്നെ ഞാൻ പരിപാടികൾ തുടങ്ങി. ആദ്യം ഒരു തുണി കൊണ്ടുവയ്ക്കും. എന്നുവെച്ചാൽ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വൃത്തിയുള്ള ഒരു തുണി കൈ തുടയ്ക്കാനായിട്ട് എടുത്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാനത് എപ്പോഴും അങ്ങനെ വയ്ക്കും. പിന്നെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ പൂച്ചക്കുട്ടന്മാർക്ക് ചോറ് കൊടുക്കലാണ്. അവർ കാത്തിരിക്കല്ലേ. അപ്പോൾ അത് കാരണം അവർക്ക് ചോറ് കൊടുത്താലാണ് ഞാൻ വന്നിട്ട് കുറേ നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് വന്നാലും അവർക്ക് ചോറ് കൊടുത്തിട്ടാണ് കേട്ടോ ഇരിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെയും പറയാം, അമ്മ വന്ന വഴി അവർക്ക് ഫുഡ് കൊടുത്തിട്ടാണ് അവരത് കാത്തിരുന്ന് ബഹളം വയ്ക്കണത്. വന്ന് കുറച്ച് നേരം ഇരുന്നിട്ടാ കൊടുക്കണുള്ളെങ്കിൽ എന്നും അങ്ങനെ ശീലമായിട്ടുണ്ടെങ്കിൽ അമ്മ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അവരും മിണ്ടാണ്ടിരുന്നോളും. അമ്മ അങ്ങനെ ശീലിപ്പിച്ചുകൂടെ അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നാലും പിന്നെ ഞാൻ വിചാരിക്കും ഒറ്റ മിണ്ടാപ്രാണികളല്ലേ എന്ന് വിചാരിച്ചിട്ട് വേഗം ചോറ് എടുത്ത് കൊടുത്തു. അപ്പോൾ ഇത്തിരീച്ച കേടായിരിക്കണം. ഇന്ന് വെച്ച ചോറ് തന്നെയായിരുന്നു. പക്ഷെ അതിൽ ഇത്തിരീച്ച വെള്ളം ഉണ്ടാവും. നമ്മുടെ കഞ്ഞിളത്തിൽ കിടന്നിരുന്ന ചോറ. അപ്പോൾ ഞാനത് ഊറ്റിങ്ങാട്ട് ഒരു പോണിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഒന്നുകൂടി വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തു. പിന്നെ കുറച്ച് ചെമ്മീനെ വേണ്ട കേട്ടോ. അങ്ങനെ കുറേ ചെമ്മീൻ ഇഷ്ടമൊക്കെ തന്നെയാണ്. എന്നാലും എന്നും കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി വേണ്ടേ. അത് കാരണം കൊണ്ട് ചെമ്മീൻ തന്നെയാണ് എളുപ്പം. എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ ചെമ്മീനൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കും. അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ വലുതാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തോണ്ടി മാന്തി ആ ചെമ്മീൻ മാത്രം എടുത്ത് കഴിച്ച് അവരവരുടെ കാര്യം നോക്കി പോവും. അപ്പോൾ അത് കാരണം ഞാൻ മിക്സിയിട്ട് നന്നായിട്ട് പൊടിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്ത്, പണ്ട് നമ്മളെ കുഞ്ഞു കുട്ടികളൊക്കെ പറ്റിക്കില്ലേ അതേപോലത്തെ പരിപാടിയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ ക്ഷമ കിട്ടു. കുറച്ച് നേരമൊക്കെ അകത്ത് വന്നിരുന്ന് നോക്കിയായിരുന്നു. പിന്നെ നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ അപ്പുറത്ത് പോയിരിക്കുകയാണ്. പിന്നെ ഞാൻ വാതിലും കുച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ബഹളം വയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ രാവിലെ നിലത്തെ പുട്ടുണ്ടാക്കിയതുണ്ടല്ലോ, അത് ബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചിലവാകൊന്നുമില്ല. അന്നേരം അപ്പം തന്നെ എടുത്ത് കളയാൻ ഒരു മനസ്സില്ലാത്ത കാരണം കൊണ്ട് ആദ്യം ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി പിള്ളേരെങ്ങാനും കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം കേട്ടോ. പക്ഷെ അവരൊന്നും കഴിച്ചില്ല. നമ്മുടെ ഈ സ്നാക്കൊക്കെ ഉണ്ടാക്കിയില്ല. അത് കഴിഞ്ഞത് ആ ചോറ് അടുപ്പത്തേക്ക് വെക്കാനായിട്ട് ഒരു പോഴി എടുത്തോണ്ട് ചോറൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ അടുപ്പത്ത്. നമ്മൾ തലേ ദിവസം വെക്കണ ചോറല്ലേ, രാവിലെ വാർത്ത് വെച്ച് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വൈകുന്നേരം ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഞാൻ നിറയെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കോട്ടത്തളത്തേക്ക് ഒതുക്കി വെച്ചിട്ടുള്ളൂ. അല്ലാണ്ട് കഴുകാനായിട്ട് ഇപ്പം നിൽക്കണില്ല. എന്തായാലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാണും. പിന്നെ അവിടുത്തെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റി. വെള്ളമൊക്കെ കിടന്നാൽ ഭയങ്കര വൃത്തികേടല്ലേ, നമുക്കവിടെ ചെയ്യാൻ തോന്നില്ല. പിന്നെ നമ്മുടെ സ്നാക്കിനെന്ന് പറയുന്നത് വല്ലാണ്ട് വഴറ്റലോ പരിപാടി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ ബോൺലെസ് പീസുകൾ ചിക്കൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ള ചിക്കൻ കറിയുടെ ഇടയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയൊരു നോട്ടം ഇല്ല. ചേട്ടനാണ് പിന്നെയും കഴിക്കണത്. പിന്നെ ബോൺലെസ് പീസ് തന്നെയുള്ള റെസിപ്പികൾ ചെയ്യാൻ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഇഷ്ടമൊക്കെ തന്നെയാണ്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലല്ല ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, താഴത്തെ തട്ടില്ല. അത് കാരണം വല്ലാണ്ട് ഐസ് പിടിച്ചിട്ടൊന്നുമില്ല. വലിയ പണിയൊന്നും കൊടുക്കാനില്ല. ഒരു 5-6 കഷ്ണം ബ്രെഡ് എടുത്ത് കണ്ടിട്ട് അതിൻ്റെ സൈഡൊന്ന് ചെത്തിയെടുക്കുകയാണ് കേട്ടോ. അതേ ഭാഗം തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ അതൊന്ന് പൊടിച്ചിട്ട് വറുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇന്ന് ഞാൻ അതിനൊന്നും നിന്നില്ല, ഇങ്ങനെ അരി ചെത്തിക്കളഞ്ഞു. പിന്നെ നടുവിലത്തെ ബ്രെഡ് ക്രംസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ കളറും ഒന്ന് പൊന്തി നിൽക്കലും അങ്ങനെയൊക്കെ വരും. പക്ഷേ ഈ സൈഡിലത്തെയാണ് ബ്രെഡ് ക്രംസ് ആയിട്ട്. അല്ലെങ്കിൽ റസ്ക് പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിനൊന്നും ഒട്ടും വിലയില്ല, ഭയങ്കര റേറ്റ് കുറവാണ്. അപ്പോൾ അത് മുറിച്ചപ്പോഴേക്കും നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയി ഇങ്ങോട്ട്
ഒന്ന് ഊറ്റി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഓരോരോ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ആദ്യം നമുക്കൊരു മടിയില്ലേ, നമ്മൾ സ്ഥിരം ചെയ്യണ കാര്യങ്ങളിൽ നിന്ന് മാറ്റം വരുമ്പോൾ എല്ലാത്തിനും മടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഞാൻ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. 2 പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തായാലും നമുക്കതൊരു ഈസി ആയിട്ട് തോന്നും. അതുവരെ നമുക്ക് തോന്നും അയ്യോ ആ ഒരു ഉപകരണം വെച്ച് ഇത്ര നാളും ചെയ്യാത്തല്ലേ, നമുക്ക് കുറേ സമയം പിടിക്കും എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി അതൊക്കെ ശരിയായി. പിന്നെ രാവിലെ മാങ്ങക്കറി ആയിരുന്നു. അപ്പോൾ അത് മാങ്ങക്കറി ഉണ്ടായിരുന്നു ബാലൻസ്. ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ വൈകുന്നേരം ഇന്നാർക്കും വേണ്ടി വന്നില്ല കേട്ടോ. വൈകുന്നേരം ശ്രീകുട്ടൻ വന്നിട്ട് തക്കാളി വാട്ടറെന്ന് പറഞ്ഞിട്ട് വാട്ടി ആദ്യം സോയ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇതിനോട് വലിയ നോട്ടമുണ്ടായില്ല. ഉച്ചയ്ക്കും കാലത്തും ഒക്കെ കഴിച്ചില്ല, അതുകൊണ്ടായിരിക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചായിരുന്ന ആ ബ്രെഡ് എടുത്തത് ഒന്ന് പൊട്ടിച്ച് കേട്ടതിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. വെറുതെ ക്രഷ് ചെയ്തെടുക്കുകയല്ല വേണ്ടത്, നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ച് ഒരിത്തിരി നേരം ഒന്ന് മിക്സി ഓടിപ്പിച്ച് പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ തരിതരന്ന് നമ്മുടെ നഗറ്റ്സ് കാണാനല്ല ഒരു അത്ര അങ്ങോട്ട് ഭംഗിയില്ലാത്ത പോലെ എന്തോ എനിക്കിഷ്ടമാവണില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നന്നായിട്ട് പൊടിച്ചു. അതിലേക്കിതാ ഈ പച്ച ചിക്കൻ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാണ്ട്, നമുക്ക് കട്ട്ലേറ്റ് തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ. അതുപോലെ ശ്രീകുട്ടനും കുറച്ചും കൂടിയും ഇഷ്ടപ്പെട്ടത് കട്ട്ലേറ്റ് തന്നെയാണ്. ചേട്ടനും ശ്രീകുട്ടനും ആദ്യത്തിനൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് കൂടുതലിഷ്ടം ഒരു പടി മുകളിൽ കട്ട്ലേറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ഉപ്പ്, നല്ല സ്പൈസി ആയിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുരുമുളക് പൊടി കൂടുതൽ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്തു. പിന്നെ ഒറിഗാനോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്ലേവറിന് സ്പെഷ്യലായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തപ്പോൾ ഇതേപോലെ ഉരുണ്ടൊരു പരുവായി. മാവൊക്കെ കുഴച്ചെടുക്കില്ലേ നമ്മൾ, അതേപോലെ തന്നെയാണ് ഇതും. കുറച്ച് മാവൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ മെഷീനിൽ ചെയ്യണ മാതിരി തന്നെ മിക്സിയിലും കുഴച്ചെടുക്കാൻ പറ്റും. അതേപോലെ നന്നായിട്ട് കുഴച്ച് അതൊന്നും കൂടി ഞാനും കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തണമാതിരി അത്രയും കനം കുറച്ചിട്ടില്ല, 2-3 ചപ്പാത്തിയുടെ കനത്തിൽ ഇങ്ങനെ ചപ്പാത്തി റോളുകൊണ്ട് തന്നെ ഉരുട്ടിയെടുത്ത് മുറിച്ചെടുത്ത് എടുക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. ഞാനത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത്, കുറച്ച് കനത്തിൽ ചെയ്തു. ഇതിൻ്റെ പകുതി കനായാലും കുഴപ്പമില്ല, അതാണ് ഒറിജിനൽ റെസിപ്പി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതങ്ങനെ ഉരുട്ടി അങ്ങോട്ട് ഒന്ന് പരത്തി പിന്നെ അരി ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു. പിന്നെ ഇത് എഗ്ഗിലാണ് മുക്കിയിട്ട് പൊരിക്കേണ്ടത്. എഗ്ഗ് ആ നേരത്ത് പിള്ളേർ പകലെടുത്ത് പൊരിച്ചുവിട്ട് ഒരാത്തത്തിലേക്ക് ഉണ്ടായിരുന്നില്ല, ഞാൻ ഉണ്ടെന്ന് വിചാരിച്ച് വരികയും ചെയ്തു. അപ്പം ഞാൻ ഇത്തിരി മൈദ കലക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തു. പിന്നെ നമ്മുടെ ബ്രെഡിൻ്റെ അരുഭാഗം മാറ്റി വെച്ചായിരുന്നത് പൊടിച്ച് എടുത്തു കേട്ടോ. എപ്പോഴും അരുഭാഗമാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടു. പിന്നെ നമ്മുടെ ഈ മൈദ കലക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് നമ്മുടെ ഈ നഗറ്റ്സൊക്കെ ഉണ്ടാക്കി വെച്ചത് ഇട്ടു. എന്നിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഇങ്ങനെ എടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ പൊന്തി ഇങ്ങനെ നിൽക്കരുത്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ ഇങ്ങോട്ട് പോരും വേറിട്ട്. അപ്പോൾ വേണ്ട, കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ബ്രെഡ് ക്രംസ് അവിടെ ഇരിക്കണ വിധത്തിൽ. എന്നിട്ട് പിന്നെ 4 വരെ ഒന്ന് ഷേപ്പാക്കി. അപ്പോഴല്ലേ നല്ല നഗറ്റ്സിൻ്റെ ഷേപ്പ് ഇതാണ് കേട്ടോ, ഒരു ചതുരം പോലത്തെയാണ്. പിന്നെ വട്ടത്തിലോ റിങ് മോഡലോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ടേസ്റ്റ് അതൊക്കെ അടിപൊളിയായിരിക്കും. ഇത്തിരി ഷേപ്പ് മാറിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്തിരി ഓയിലാണ് ഞാൻ പൊരിച്ചെടുക്കണത്. ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എൻ്റെ ചട്ടി ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് തിരിച്ചു മറിച്ചിട്ടിട്ട് പിന്നെ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ എടുത്ത് ഇതേപോലെ വെച്ച് ഒരു 3-4 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലത്തെ വെളിച്ചെണ്ണയൊക്കെ വന്ന് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ ശബ്ദമൊക്കെ ആദിത്യം വന്ന് കഴിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഒന്നും ഷർട്ട് ഇട്ടിട്ട് വരില്ല, അത് കാരണം ശരിക്കും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റണില്ല ഇവർ തന്നെ. അപ്പം ഞാനത് മറിച്ചിട്ടു. ഞാനും അതിനിടയ്ക്ക് ഒരെണ്ണം കഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചിക്കൻ കിട്ടിയാൽ 100,000 സ്നാക്ക് ഉണ്ടല്ലേ നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഇഷ്ടം പോലെ വെജ്, ഈ ചിക്കൻ വയ്ക്കുന്നതിന് പകരം നമുക്ക് വെജും ഉണ്ടാക്കാം കേട്ടോ. ഇതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും ചെയ്യാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെപ്പോഴെങ്കിലും ഒരു റെസിപ്പിയിലൊക്കെ കാണിക്കാം. അങ്ങനെ അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി കട്ട്ലേറ്റ് കഴിഞ്ഞിട്ട് 2ാം സ്ഥാനമുള്ളൂ ഇതിന് കേട്ടോ, അത് വേറെ കാര്യം. ശ്രീകുട്ടൻ ആദിത്യനോട് എന്തോ പറഞ്ഞ് വാദിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ വാതിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും കുറച്ച് നേരം ശ്രീകുട്ടൻ്റെ സൈഡും അങ്ങനെ ഒക്കെ പിടിക്കും. അങ്ങനെയൊക്കെ പിടിച്ചത് കഴിഞ്ഞ് കേട്ട് പിന്നെ ഫുഡ് കഴിച്ച് എഴുന്നേറ്റ് പോയി. ആദ്യത്തിന് നാളെ എക്സാമുള്ള കാരണം കൊണ്ട് അവൻ വേഗം കഴിച്ചു. അവൻ ഈ പറഞ്ഞ മാതിരി ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അങ്ങോട്ട് നീങ്ങിയിരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തിനാങ്ങാണ്ട് വാദിക്കുന്നുണ്ട് രണ്ടാളും കൂടി ഇരുന്നിട്ട്. തല്ലൂടൊക്കെ ചെയ്യൂട്ടോ, വലുതായാലും തല്ലൂട്ടത്തിനൊന്നും കുറവൊന്നുമില്ല. രണ്ടുപേരും തല്ലൂടണതിന് ഒട്ടും മോശക്കാരല്ല. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ചോദിച്ചു പാത്രം കഴുകിയിട്ട് ആദ്യം വിചാരിച്ചു പോയി ഡ്രസ്സ് മാറിയെങ്കിലോ എന്ന് കേട്ടോ. പിന്നെ ഞാൻ ചോദിച്ചാൽ ആ സമയം പോയില്ലേ, വേഗം അങ്ങോട്ട് പാത്രം കഴുകി അതൊന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് പോയി കുളിച്ച് എഡിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ ജോലികൾ അങ്ങോട്ട് തീരും അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഡ്രസ്സ് മാറാനും അങ്ങനെയൊന്നും പോകാൻ നിന്നില്ല. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ കൗണ്ടർ ടോപ്പ് വലിയ ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല കേട്ടോ. എന്നാലും അത്യാവശ്യം നമ്മൾ ദിവസവും 3 നേരം ഒന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. പിന്നെ ഇവിടെ ആ ഉപ്പും പാത്രം ഇരിക്കണോണ്ട് എപ്പോഴും ഉപ്പ് എടുത്തിട്ടാന്ന് തോന്നുന്നത്, എപ്പോഴും ഉപ്പിൻ്റെ തരി കിടക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും നന്നായിട്ട് തുടച്ചെടുക്കണം. അങ്ങനെ അവിടുത്തെ തുടക്കൽ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസിൻ്റെ അടിയിലും ഞാനൊന്ന് പൊന്തിച്ച് തുടയ്ക്കും കേട്ടോ. വലിയ കാര്യമായിട്ട് അഴുക്കൊന്നും അങ്ങനെ ഉണ്ടാവാറൊന്നുമില്ല ഗ്യാസിന്മേയൊന്നും. അങ്ങനെ 2 വട്ടം തുടച്ചെടുത്തപ്പോൾ അവിടെ നല്ല അടിപൊളി വൃത്തിയായി. പിന്നെ നമ്മുടെ മിക്സിയുടെ ഭാഗമാണ്. അപ്പോൾ മിക്സി ഒന്ന് കഴുകാനൊന്നും നിന്നില്ല, എന്നാലും നന്നായിട്ട് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു. പിന്നെ മിക്സി അടിക്കുമ്പോൾ അതിൻ്റെ ആ കുഴിയിലേക്ക് അങ്ങനെ വീഴുമല്ലോ, അപ്പോൾ അവിടേക്കും തുറന്ന് തുടച്ച് അങ്ങനെ അത്യാവശ്യം തുടയ്ക്കാനുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ വന്ന വഴി പാത്രം കഴുകി അടുക്കള തുടക്കലാണ് ചെയ്യാറ്. ഇന്ന് പക്ഷേ ഈ സ്നാക്ക് ഉണ്ടാക്കണ കാരണം കൊണ്ടാണ് കേട്ടോ അത് ചെയ്യായിരുന്നത്. പിള്ളേർ കഴിക്കാൻ കാത്തിരിക്കല്ലേ എന്നുള്ളൊരു ഓർമ്മ നമ്മളെ അമ്മമാർക്ക് അങ്ങനെയാണല്ലോ, അവർക്ക് ആദ്യം ഫുഡ് കൊടുക്കണമല്ലോ. കമൻറ്റ് കണ്ടിരുന്നു, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. അത് ശരി തന്നെയാണ്, എല്ലാ അമ്മമാരും ആദ്യം മക്കൾക്ക് തന്നെയാണ് കൊടുക്കുക. ഞാൻ അതല്ല കേട്ടോ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ ചേട്ടൻ അച്ഛനാണല്ലോ, അപ്പോൾ ചേട്ടൻ എന്ത് കിട്ടിയാലും ആദ്യം എനിക്ക് തരും. ഞാൻ അമ്മയാണ്, അപ്പോൾ ഞാൻ പക്ഷേ എന്ത് കിട്ടിയാലും മക്കൾക്കാണ് ആദ്യം കൊടുക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചേട്ടൻ്റെ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അമ്മമാരങ്ങനെ തന്നെ ഏറെക്കുറെ, അല്ലാത്തവരുണ്ട്, എല്ലാത്തിലും പലവിധ ആൾക്കാരുണ്ടല്ലോ, അതുപോലെ തന്നെ കേട്ടോ. അങ്ങനെ നമ്മുടെ കൊട്ടത്തളം അഥവാ സിങ്ക് ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അതും ഈ പറഞ്ഞ മാതിരി എപ്പോഴും പാത്രം കഴിയുമ്പോൾ പെട്ടെന്ന് ഓടിച്ചൊന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും. നമ്മുടെ ആ ഇരുമ്പ് ബ്രഷ് കിട്ടിയത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് അതിൻ്റെ ആ ഭാഗം കഴുകിയോടുകൂടി നല്ല വൃത്തിയായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ് തന്ന കൂട്ടുകാരി അതിൻ്റെ ഉപയോഗം ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഗ്യാസിൻ്റെ ബർണറിൻ്റെ സൈഡില്ലേ അതൊക്കെ കഴുകണതിൻ്റെയും പൈപ്പിൻ്റെ സൈഡുകൾ കഴുകണതിൻ്റെയൊക്കെയാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഗ്യാസിൻ്റെ ബർണറൊന്നും ഇരുമ്പ് ബ്രഷൊന്നും ഇട്ടിട്ട് കഴുകേണ്ട ഇരുമ്പല്ല, കമ്പി എന്ന് പറയാം, ആവശ്യമില്ല കേട്ടോ. ഇതും അങ്ങനെ അങ്ങോട്ട് അഴുക്കൊന്നും അങ്ങനെ പിടിക്കാറില്ല. അത് കഴിഞ്ഞ് ഒന്ന് അടിച്ച് വാരി പിന്നെ അവിടെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. എന്നും ഒരേപോലെ വ്ളോഗാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എനിക്കിപ്പോൾ പറ്റാവുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ഞാൻ വരുത്തിയേക്കുന്നത് കേട്ടോ. ഇതിനേക്കാളും ഹൈ ലെവലിലുള്ള മാറ്റങ്ങളൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം, നമുക്ക് ഓരോ സാഹചര്യങ്ങളല്ലേ ജീവിതത്തിൽ വരിക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് പറ്റുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ വരുത്തുന്നുണ്ട്. കൂട്ടുകാർക്കായാലും ദിവസവും രാവിലെ എഴുന്നേറ്റ് ചായ വെച്ചു, ചോറ് വെച്ചു, കറി വെച്ചു എന്ന് പറയുമ്പോൾ വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ദിവസം വെറൈറ്റി കിട്ടണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാണ്ടോ ഒന്നല്ല, ചിലപ്പോഴൊന്നും സാധിക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അതിനിടയ്ക്ക് തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കൊണ്ടുവച്ച് പിന്നെ ഇനി നേരെ കുളിച്ച് കിടക്കാനാണ് കേട്ടോ. ഇത് നമ്മുടെ കണ്ടപ്പൻ ഞാൻ വരുമ്പോൾ കരഞ്ഞ് എന്തെങ്കിലും വാങ്ങിക്കും. ചേട്ടൻ വരുമ്പോഴും ഇത് തന്നെ പരിപാടി കേട്ടോ. എന്തെങ്കിലുമൊക്കെ കരഞ്ഞ് ചേട്ടയിൽ നിന്ന് വാങ്ങിപ്പിക്കും. അങ്ങനെ സോപ്പിട്ട് കൊണ്ടുപോവാണ് ചേട്ടനെ. മതി, ഇത് എന്തിനത് ഒറ്റക്കിട്ട് കൊടുക്കുന്നത്?